ഹായ് ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ വൈകുന്നേരം അൽമജാസ് പാർക്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അംജുക്കെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് വൈകുന്നേരം പുറത്തോട്ടൊന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ മക്കളെ കൂട്ടി പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത്. വൈകുന്നേരമാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ പാർക്കിലോട്ട് പോകാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നോക്കി നല്ല വെട്ടമല്ലേ അവിടെയൊക്കെ നോക്കി. സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിലായിട്ട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിൽ ഭയങ്കര വലിയ ബിൽഡിങ്ങുകളാണ് കേട്ടോ. നോക്കി ഇതൊരു ഭയങ്കര വലുതായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ വെറുതെ നോക്കുകയാണെങ്കിൽ എല്ലാം ഒരേ രീതിയിൽ ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. അപ്പോൾ അതേ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും മക്കളും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളീ എത്ര സമയമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഒരു 6:30 ആയിട്ടുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ കയ്യിലെ വാച്ചിലെ ടൈമൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ ഇന്ത്യൻ സമയം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയുവാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എത്രയും സമയമായെന്ന് മക്കളോട് പറഞ്ഞു കൊടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പാർക്കിലെത്തി. അപ്പോൾ പാർക്കിലെത്തിയതും ഇവിടെ എല്ലാം ഇങ്ങനെ പൂച്ചകളാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കൂടുതലും നമ്മുടെ പട്ടിക്കുട്ടികളൊക്കെ അല്ലേ, പക്ഷേ ഇവിടെ എല്ലാം പൂച്ചകളാണ്. ഓരോ കടയുടെ വാതിക്കയിലും ഇതേപോലെ പാർക്കുകളിലും ഒക്കെ ഇങ്ങനെ പൂച്ചക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുങ്ങൾ രസമാണ് കേട്ടോ. അപ്പോൾ മോനാണെങ്കിൽ പൂച്ചക്കുഞ്ഞിനെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടതും ആൾ പിന്നെ ഒരടി അങ്ങോട്ടും വരില്ല ഇങ്ങോട്ടും വരില്ല. ആ പൂച്ചക്കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ആ പാർക്കിൻ്റെ അടുത്ത് തന്നെ ഒരു കായലുണ്ട് കേട്ടോ. ഇത് ഒരു കായൽ പോലത്തെ ഇതുണ്ട് കേട്ടോ. പക്ഷേ നല്ല ഉപ്പാണ് കേട്ടോ. അതിന് നമ്മൾ വാട്ടർഫോൾസ് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ആ വാട്ടർഫോൾസ് ഇങ്ങനെ വന്നപ്പോഴത്തേനും, അതായത് വാട്ടർ ഡാൻസ്, അപ്പോൾ അതിങ്ങനെ വന്നപ്പോൾ നമ്മുടെ മുഖത്തോട്ടൊക്കെ ഇങ്ങനെ വെള്ളം തെറിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ മോളങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇതിന് ഉപ്പ് വെള്ളമാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കി അതിൻ്റെ ചുറ്റുമൊക്കെ മൊത്തം ഇങ്ങനെ ബിൽഡിങ്ങുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈന്തപ്പനകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കണ്ടോ, മോൻ ആ പൂച്ചയുടെ അടുക്ക തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടുന്ന് വരുന്നുമില്ല, അതിനെ തോണ്ടുന്നും പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതുങ്ങളൊന്നും ഉപദ്രവിക്കുന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവിടെ ഉള്ളവർക്കൊക്കെ ഈ പൂച്ചകളെ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ കടക്കാരും ഒക്കെ ഇങ്ങനെ ഭക്ഷണം വെച്ച് കൊടുക്കും കേട്ടോ. ഈ വാതിക്കയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. അതെല്ലാം ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്ന കേട്ടോ. ഈ ഓരോ കടകളുടെ വാതിക്കലൊക്കെ ഇങ്ങനെ കിടക്കുന്ന കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ പാർക്കിൽ. അപ്പോൾ അത് ബോട്ടയിലൊക്കെ കയറി പോകുന്നവരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്ക വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോട്ടയിൽ കയറുന്നുണ്ടോയെന്ന് കേട്ടോ. നമ്മൾ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വെള്ളത്തിൽ പരിപാടികളും അങ്ങനെ ആവശ്യമില്ലാത്തടത്ത് ഇങ്ങനെ കയറുക അതൊന്നുമില്ല കേട്ടോ. നമ്മൾ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ സേഫായിട്ടൊക്കെയാണ് പോണതും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതായത് അറിയാലോ, നമ്മൾ അവരുള്ളതുകൊണ്ട് ഇങ്ങനെ റിസ്ക്കുള്ള പരിപാടികളൊന്നും നമ്മൾ ഏറ്റെടുക്കാറില്ല കേട്ടോ. നമുക്ക് വെറുതെ എന്തിനാണ് നമ്മൾ ഓരോന്നൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നോക്കി ആ പാർക്കിനകത്ത് തന്നെ ഇതുപോലൊരു വാട്ടർ ഫൗണ്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മക്കൾക്ക് ഇങ്ങനെ വെള്ളമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തൊടാനൊക്കെ തോന്നും. അവർ തൊട്ടോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ തൊടുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് ചെന്നപ്പോഴത്തേനും അവിടെ കണ്ടോ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണ വണ്ടിയാണ് കേട്ടോ. അത് പിള്ളേർക്ക് ഇങ്ങനെ മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ഇത് കണ്ടത് കുഞ്ഞുമോൻ വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അന്നേരം വിനോദനും പറഞ്ഞു എന്നാൽ എത്ര രൂപയാണെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് എന്നാൽ കയറാമെന്ന് പറഞ്ഞിട്ട് ഇവർ അച്ഛനും മോനും കൂടെ കയറി. അത്രയും കണ്ട് അതിൻ്റെ ആ പാർക്കിൻ്റെ അകത്തൂടെ ഇങ്ങനെ കുറേ ചുറ്റി ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇത്ര ദീർഘം കണ്ട് പറഞ്ഞായിരുന്നേ. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ട്, കൈയൊക്കെ കൊട്ടി നമ്മളിങ്ങനെ ആകർഷിക്കും. ഓരോരുത്തർ അമ്മമാരും ഒക്കെ ഇങ്ങനെ കയറി കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ കയറി ഇങ്ങനെ നടപ്പുണ്ട് കേട്ടോ. രസമാണ് കേട്ടോ ഓരോ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആൾക്കത് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അന്ന് ആളെ കൊണ്ട് പോകാമെന്ന് ചോദിച്ച് പിന്നെ വണ്ണം മോനും കൂടെ കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ അവർ രണ്ടുപേരും കൂടെ കയറി കേട്ടോ. അപ്പം ഇളയ മോനും കൂടെ കയറിയായിരുന്നു കേട്ടോ. അപ്പം മോള് കയറിയില്ല. ഞാൻ പറഞ്ഞു ഇവരൊന്ന് പോയിട്ട് റൗണ്ട് അടിച്ചിട്ട് വന്നിട്ട് മോള് കൂടെ കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറി കയറ്റാലോ. അങ്ങനെ അവരാണ്ട പോകുന്നു. അവരപ്പോൾ പോയിട്ട് വരട്ടെ, കണ്ടു കേട്ടോ. ഇങ്ങോട്ട് കറങ്ങി വരും. രസമല്ലേ? 11ാമത്തെ എന്ത് രസമാണ്, ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി അല്ലേ പറയണേ. എന്ത് രസമല്ലേ? ഇന്ത്യ അവർ ലൈറ്റൊന്നും കാണുന്നില്ലല്ലോ. മന്തി ആപ്പോളാണോ? ഇവിടെ വരുമ്പോ തന്നെ അപ്പൂനോട് ഇറങ്ങാൻ പറ, എന്നിട്ട് പാറോട് പോയി കയറിക്കോ. ആണ്ട 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 ആ
ആ നേരാ നോക്കി അതിനുശേഷം നമ്മൾ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. പാർക്കിൻ്റെ ഉള്ളിലോട്ട് പോയപ്പോൾ അവിടെ വലിയൊരു ബിഗ് ബലൂൺ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ബലൂണിൻ്റെ ഉള്ളിൽ ആൾക്കാർ കയറുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇങ്ങനെ ഈ ഒരു സാധനം ഉണ്ട് കേട്ടോ, ആൾക്കാർക്ക് നിൽക്കാൻ പറ്റിയൊരു ഇത്, അതിൽ ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നേരത്തേനും അതൊരു ഫ്ലൈറ്റ് പോയത്, ഒരു വലിയ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്തെടുത്തു കേട്ടോ. അന്നേരം ഈ ബലൂണിൻ്റെ കണ്ട് ആ വട്ടത്തിലുള്ള ആ റൗണ്ടിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ എത്രയോ പൈസ വരണമെന്ന് ശരിക്കും ഓർക്കുന്നില്ല കേട്ടോ. അന്നേരം അത് കയറണം. അപ്പം മൊത്തം കാണാം, അവിടെ നിന്ന് ആ മൊത്തം സ്ഥലവും നല്ല ഭംഗിയിൽ കാണാം കേട്ടോ. അപ്പോൾ അതിൽ കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അന്നേരത്തേനും ഇത് പേടിയായിരുന്നു, കയറണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവസാനം നമ്മൾ പറഞ്ഞു കയറണ്ട, പേടിയായതുകൊണ്ട് പിന്നെ കയറിയില്ല കേട്ടോ. കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ കയറണ്ടേ. അങ്ങനെ ചിലപ്പോൾ മോനെയും കൊണ്ട് ഒരു പാർക്കിലെത്തി, പാർക്കിൽ പൈസ കൊടുത്തു. അപ്പോൾ ആൾക്ക് അവിടെ കയറണം, അവിടെ ഒത്തിരി കളിക്കാൻ നിൽക്കേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞ് അതുവഴി എല്ലാം ഇങ്ങനെ ഓടി ഇങ്ങനെ നടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെരുപ്പ് ഊരിടുന്നായിരുന്നു, സോക്സ് വേണമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാം ഇങ്ങനെ അമ്മമാരും കുഞ്ഞു മക്കളായതുകൊണ്ട് അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവൻ്റെ കൂടെ കയറാനൊന്നും നമുക്കൊന്നും പറ്റില്ല, ഇവന് അടങ്ങിയിരിക്കൂല, ഒരു ഇച്ചിരി നേരം പോലും അടങ്ങിയിരിക്കൂല. അങ്ങനെ അതുപോലെ ഓട്ടവും ഇതുമാണ് കേട്ടോ, ആക്റ്റീവായിട്ട് ഓടി നടക്കുകയാണ് കേട്ടോ. ഒത്തിരി പിള്ളേരൊക്കെയാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുമല്ലേ പിള്ളേരെയും വല്ലതും ചെയ്യുമോ എന്നൊക്കെ ഓർത്ത്. ആ കൊച്ചിൻ്റെ സാധനം കളിക്കുന്ന എന്തോ എടുത്തപ്പോൾ ഇവൻ പോയി എടുത്ത് അവൻ തിരിച്ച് മേടിച്ച് വെച്ചു, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അന്നേരം ആ സമയത്ത് ഇവൻ പോയി അങ്ങോട്ട് എടുത്ത് വെച്ചു, ഇവൻ അത് ചെന്ന് അവിടെ നിന്ന് എടുത്തോണ്ട് വരും. അങ്ങനത്തെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനോർത്ത് വഴക്കുണ്ടാവുമോ എന്നൊക്കെ ഓർത്തപ്പോൾ മഴക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. രസമായിരുന്നു പിള്ളേരുടെ ഓരോ കളികളൊക്കെ കാണാൻ വേണ്ടി. അങ്ങനെ ഇതാണ് കേട്ടോ അവിടുത്തെ പാർക്ക്. പിന്നെ ആൾ അതുവഴി എല്ലാം കയറി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഓരോ കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാരൊക്കെയാണ് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. എന്തായാലും മോൻ അപ്പുറം വഴി കയറാനുള്ളതിനെ അവൻ ഇതുവഴി കയറുവാണേ. ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം കളികളും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഈ 12 മണി 12:30 ആയാലും ഭയങ്കര മൊത്തം ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുന്ന ആ പാർക്കിൽ ഇങ്ങനെ നോക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതാണോന്ന് ഇങ്ങനെ ഇവരെ പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കെയർ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു, വീഴാതിരിക്കാനും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേര് ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ. പക്ഷേ വല്ലാത്ത പേരായിരുന്നു, കടിച്ചാൽ പൊട്ടാത്ത ഒരു പേരായിരുന്നു കേട്ടോ. പെട്ടെന്ന് മറന്നുപോയി. നല്ല ഒരു വർത്താനൊക്കെ പറയുന്ന നല്ല ഒരു കുട്ടിയാണ് കേട്ടോ. ആഫ്രിക്കക്കാരിയായിരുന്നു തോന്നുന്നു കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നു എന്നോട്, എന്തോ പറഞ്ഞായിരുന്നു, മറന്നുപോയി. ഉഗാണ്ടേന്നോ അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നു കേട്ടോ, നൈജീരിയെന്നോ അങ്ങനെ എങ്ങോട്ടോ പറഞ്ഞായിരുന്നു. പക്ഷെ ഒന്നും ഓർക്കുന്നില്ല. നമുക്കൊന്നും അവർ പറയുന്നത് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നിന്നാലേ ഉള്ളൂ നമുക്ക് കേൾക്കാനും പറ്റത്തുള്ളൂ. കുടിക്കാത്ത നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് കേട്ടോ, അതൊന്ന് ഇടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവയ്ക്ക് എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു, ലവ് യു. അവനെ വിളിക്കുന്ന നേരാ.